നമുക്ക് ഇന്നും ടെസ്റ്റ് വർക്കുണ്ട്. ഇന്നത്തെ ടെസ്റ്റ് വർക്കിനെ കാണിക്കുന്നത് ഹോണ്ടയുടെ ആക്റ്റീവയാണ്. ഏകദേശം 15 വർഷം പഴക്കമുള്ള ഒരു ഹോണ്ടയുടെ ആക്റ്റീവയാണ്. 2010 മോഡൽ ആക്റ്റീവയാണ്. ഇത് പുണ്ടൂർ നെല്ലിപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിന്ന് ടെസ്റ്റ് വർക്കിന് പോകുന്നത്. ഇത് അപ്പോൾസ്റ്ററി വർക്കും അതുപോലെ തന്നെ പുതിയ പെയിൻറ്റിങ്ങും അത്യാവശ്യം നല്ല വൃത്തിയാക്കിയ വാഹനമാണ്. പുതിയ പഞ്ച് ചെയ്ത നമ്പറൊക്കെയാണ് വെച്ചേക്കുന്നത്. കേസ് നമ്മുടെ ചാനലിലേക്കൂടെ പുതിയതായിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെ ചാനൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, ലൈക്ക്, സബ്സ്ക്രൈബ്, ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ വീഡിയോയുടെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ 15 വർഷം പഴക്കമുള്ള ഒരു ഹോണ്ടയുടെ ആക്റ്റീവയാണ് ഇന്ന് ടെസ്റ്റിന് കാണിക്കേണ്ടത്. പുണ്ടൂർ നെല്ലിപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വാഹനം കാണിക്കേണ്ടത്. ടെസ്റ്റിന് കാണിക്കേണ്ട വാഹനത്തിനകത്ത് പെട്രോൾ കുറവായിരുന്നു. അങ്ങനെ പെട്രോൾ അടിക്കാൻ വേണ്ടി കോട്ടോട്ടത്തുള്ള പമ്പിൽ കയറി. ടെസ്റ്റ് ഫീസും ബാക്കിയുള്ള പേപ്പറുകളെല്ലാം അടച്ചു വെച്ചേക്കുവാണ്. അതുപോലെ തന്നെ പുതിയ പെയിൻറ്റും അതുപോലെ തന്നെ അപ്പോൾസ്റ്ററി വർക്ക്, നമ്പർ പഞ്ച് ചെയ്ത നമ്പറാണ് വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ നല്ല രീതിയിൽ വൃത്തിയാക്കിയിട്ടുണ്ട് വാഹനം. ഗസ് നമ്മുടെ വാഹനം ഇപ്പം വന്ന് വെഹിക്കിൾ നോക്കിയതേ ഉള്ളൂ. എൻ്റെ ചേസ് നമ്പർ, എൻജിൻ നമ്പർ, 4 സൈഡ് ഇൻഡിക്കേറ്റർ കത്തുന്നു, ഹെഡ്ലൈറ്റ് 2 പോയിൻ്റ് ഉണ്ടോ എന്നാണ് മെയിനായിട്ട് നോക്കിയത്. ഇത്രയും ഭാഗങ്ങൾ നോക്കി എല്ലാ ഭാഗവും ക്ലിയർ ആണ്. ആദ്യം വണ്ടി ഇറങ്ങുമ്പോൾ 15 വർഷവും പിന്നെ 5 വർഷവുമാണ് കിട്ടുന്നത്. ഇതിൻ്റെ ഇനി ചേസ് നമ്പർ, എൻജിൻ നമ്പർ എവിടെയാണെന്ന് പറയുന്നത്. എല്ലൂരിൽ നിന്ന് എഴുതിയിരിക്കുന്ന ആ ബോർഡ് വ്യക്തമല്ല. ഞാൻ അങ്ങനെ ആ പടലെല്ലാം അങ്ങ് ഒടിച്ച് മാറ്റി. അന്നേരം അതിന് പടലിനകത്ത് മൊത്തം ഉറുമ്പായിരുന്നു. അങ്ങനെ കൈ മൊത്തം ഉറുമ്പ് കയറി. അങ്ങനെ പടലെല്ലാം ഒടിച്ച് മാറ്റിയപ്പം നല്ല ക്ലിയറായിട്ട് ഇപ്പോൾ പുനലൂരിൽ നിന്നുള്ള ആ ഒരു എഴുത്ത് കാണാൻ പറ്റും. ഇപ്പോൾ 2-3 പടൽ കിടപ്പുണ്ടായിരുന്നു. അതെല്ലാം മാറിയപ്പോൾ നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ എൻജിൻ നമ്പർ വരുന്നത് സ്റ്റിക്കറിൻ്റെ തൊട്ട് താഴെയായിട്ട് കാണാൻ പറ്റും. നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും. അല്ലെങ്കിൽ കുറച്ച് അങ്ങോട്ടൊന്ന് ചരിച്ച് കഴിഞ്ഞാൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ചേസ് നമ്പർ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്സിലേറ്റർ വരുന്നത്, അതായത് വലത്തെ സൈഡ്, വാഹനത്തിൻ്റെ വലത്തെ സൈഡ്, വാഹനത്തിൻ്റെ മാറ്റൊക്കെ ഇടുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ്. ടോപ്പിൽ നിന്ന് വരുന്ന ചേസിനകത്ത് തന്നെയാണ്